ഹലോ ഗൈസ്, ഞാനിന്ന് നാട്ടിൽ വന്നിട്ട് 3-4 ആഴ്ചയാകുന്നു. ഇന്ന് പതിവില്ലാതെ ഉമ്മ വന്നിട്ട് രാവിലെ നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല നാടൻ കപ്പയുണ്ട്. ഫ്രഷായി വരാൻ പറഞ്ഞു. എൻ്റെ ഫാദറിന് കപ്പയുടെ ബിസിനസ്സാണ്. നല്ല കപ്പ കിട്ടും. അങ്ങനെ ഞാൻ മടി കാരണം തിരിഞ്ഞു മറിഞ്ഞെല്ലാം കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല മീൻ ഫ്രൈയുടെ മണം കേട്ടിട്ട് നേരെയും കിച്ചണിലേക്ക് വന്നത്. കിച്ചണിൽ വന്നപ്പോൾ നല്ല മീനും പൊരിക്കുന്നു. അതേപോലെ തന്നെ കപ്പ ഇങ്ങനെ അടുപ്പി കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷായി വരാൻ വേണ്ടി ഫ്രഷായിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ നല്ല ചാള പൊരിച്ചതിരിക്കുന്നു. ആ ചാള പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഉമ്മ അതിൻ്റെ പരിങ്ങൽ മുട്ട, നമ്മുടെ നാട്ടിലൊക്കെ മീൻ മുട്ടയെന്നൊക്കെ പറയും, അതിൻ്റെ തലയും മുട്ടയെല്ലാം കൂടെ ആ അതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേപോലെ മീനിൻ്റെ മുട്ടയും അതേപോലെ തന്നെ ചാള ഫ്രൈ എല്ലാം കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളിപ്പോൾ നാട്ടിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ട് നാട്ടിൽ എന്തായാലും ഒരു 2 മാസം 3 മാസം വന്ന് നിൽക്കും. അന്നേരം ഇതേപോലെ ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉമ്മ നല്ലതുപോലെ ഉണ്ടാക്കി തരും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇത് കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണത് ആ മീൻ മുട്ടയെല്ലാം കിട്ടുന്നത്. ഉമ്മ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മണം കേട്ടിട്ട് വായിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മണമാണ് മൂക്കിലേക്ക് അടിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. നിങ്ങൾക്കും അറിയായിരിക്കും, നിങ്ങളും കഴിച്ചു കാണും. നിങ്ങൾ കഴിക്കണം. അത് പ്രത്യേകം ഉമ്മ വീട്ടിലെ ഉമ്മായും ഒക്കെ ചെയ്തു തരുമ്പോൾ അത്രമാത്രം ടേസ്റ്റാണ് നമുക്കത് കിട്ടുന്നത്. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. അങ്ങനെ മീൻ മുട്ടയും അതേപോലെ മീൻ പൊരിച്ച എല്ലാം റെഡിയായി. അതേപോലെ തന്നെ കപ്പയും റെഡിയായി. കപ്പപ്പുഴുക്ക് നല്ല കപ്പയാണ് കേട്ടോ. നല്ല വെന്തുടഞ്ഞ നല്ല അടിപൊളി കപ്പ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ കപ്പയും മീൻ വറുത്തതും ഒക്കെ കഴിക്കാനായിട്ട്. നമുക്കെന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പയൊക്കെ എടുത്ത് വെച്ചു. അതേപോലെ മീൻ മുട്ടയും എടുത്തു. പിന്നെ അതേപോലെ മീൻ പൊരിച്ചതും, പിന്നെ നല്ല കുടമുളകിട്ട് അരച്ച ചമ്മന്തി. നല്ല ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഭയങ്കര എരിയാണ്. നമുക്കത് ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല. അന്യായ ടേസ്റ്റാണ് ആ മീൻ മുട്ടയും അതേപോലെ തന്നെ ആ മീൻ പൊരിച്ചതും കപ്പയും. ഒരു രക്ഷയില്ല. നിങ്ങളും ട്രൈ ചെയ്യണം. പ്രവാസികളായിട്ട് നിൽക്കുന്ന നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക്